പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം അങ്ങയോട് കൂടി ആയിരിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപകളെ ഓർത്ത്, ഈ അവസരത്തെ ഓർത്ത്, ഈ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. വചനം സ്വീകരിക്കുവാനും അതനുസരിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ ഏക വഴിയായ അങ്ങയെ സ്വന്തമാക്കി അങ്ങയിൽ ജീവിക്കുവാനും അങ്ങയിൽ വളരുവാനും അങ്ങയിൽ നിന്ന് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഈ മക്കൾക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മാതാവിന്റെയും യോസേപ്പ് പിതാവിന്റെയും മധ്യസ്ഥത്തില് എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ശക്തമായിട്ട് ദൈവം ഇടപെടുന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഓരോ ദിവസവും കർത്താവിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ മേൽ ചൊരിയുന്ന കൃപകളെ സ്വീകരിക്കുവാൻ വലിയ പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ മാസം, ഒക്ടോബർ മാസം നമുക്കറിയാലോ, ജപമാല മാസമാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മാസം 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കുന്ന നമ്മുടെ ഒരു കൂട്ടായ്മ അഖണ്ഡ ജപമാല 27-ാം തീയതി രാവിലെ 6:30 വിശുദ്ധ കുർബാനയോടുകൂടി അവസാനിപ്പിക്കുന്ന രീതിയിൽ ഒരു ദിവസം മുഴുവനും രാവും പകലും നമ്മള് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാണ്. അഖണ്ഡ ജപമാല 26-ാം തീയതി 9 മണിക്ക്, രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച് 27-ാം തീയതി രാവിലെ 6:30 വിശുദ്ധ കുർബാനയോട് കൂടി അവസാനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഒരുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി സമയം കണ്ടെത്തുക. എപ്പോഴെങ്കിലൊക്കെ വരിക. രാത്രിയും 26-ാം തീയതി ഞായറാഴ്ച രാത്രി മുഴുവനും ഉറക്കമടച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി പ്രശ്നങ്ങൾ, ഞാൻ ഓർക്കണം, ഇതുമാത്രം പേരെന്നറിയോ, മക്കളുടെ പ്രശ്നങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു, പൈശാചിക പീഡനം ഏറിക്കൊണ്ടിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വഴുതെറ്റി പോകുന്ന മക്കള്, എല്ലാം കൂടി നഷ്ടപ്പെടുന്ന മക്കള്, കടബാധ്യത ഏറുന്നു. എന്തുമാത്രം പ്രശ്നങ്ങളാണ് മക്കൾ ഏറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റ വഴിയുള്ളൂ, പ്രാർത്ഥിക്കുക. ആളുകൾ അനേകം പേരെ വിളിക്കണേ, അച്ഛാ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ, കൗൺസിലിങ്ങിന് പറ്റുമോ, ഞങ്ങൾ അവിടുന്ന് വന്നിരിക്കുകയാണ്, ഇവിടുന്ന് വന്നിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നമ്മൾ തമ്പുരാന്റെ കൂടി ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം. അത്രമാത്രം തിന്മ, അന്ധകാരം, ലോകാരൂപി അതിപ്രസരിച്ച് മക്കളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട്, പൗരോഹിത്യത്തെ നശിപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റി അന്ധകാര ലോകാരൂപിക്ക് അടിമപ്പെടുത്തി നശിപ്പിക്കുമ്പോ ഒരു സമൂഹം ഉണരണം. ഞാൻ പറഞ്ഞില്ലേ, അതിനുവേണ്ടിയാണ് ഈ കാലഘട്ടത്തില് ഇതുപോലെ ശുശ്രൂഷ കർത്താവ് അതിശക്തമായിട്ട് മുന്നോട്ട് നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും, സാധിക്കുന്ന എല്ലാവരും 26-ാം തീയതി മുതലുള്ള 27-ാം തീയതി രാവിലെ വരെയുള്ള ഒരു ദിവസം 24 മണിക്കൂറോളം വരും നമ്മൾ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഒരു യുവജന കൂട്ടായ്മ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും ഒരുക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു.
എന്ന് പറഞ്ഞൊരു ബാൻഡ് നമ്മൾ ആരംഭിക്കാൻ പോവാം. മ്യൂസിക്കൽ ബാൻഡ് യുവജനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക്, നമുക്ക് ഓൾറെഡി കുറച്ച് മക്കളുണ്ട്, നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനോ പാടാനോ അല്ലെങ്കിൽ ശുശ്രൂഷയിലൊക്കെ, പണ്ടൊക്കെ ജിസ്യൂത്തുകാരെ ഇപ്പോഴും ഉണ്ടതൊക്കെ ഫുൾ ടൈമേഴ്സായിട്ടൊക്കെ ശുശ്രൂഷയിലേക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. കർത്താവിന് വേണ്ടി സമയം മാറ്റിവെച്ച്, ഇന്നലെ ഒരു കൊച്ചു പറയായിരുന്നു, അച്ഛാ, ഒരു യുവതിയാണ്, അവള് പറയാ, അച്ഛാ, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ കൊന്തം ചെടുത്ത് കണ്ടപ്പോ ഒത്തിരി മക്കൾ ഇൻസ്പയർഡായി. പ്രിയപ്പെട്ടവരെ, യുവമക്കളായ നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് അനേക യുവമക്കളെ സ്വാധീനിക്കാൻ പറ്റും. അച്ഛനിപ്പോ യുവമക്കളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കും അച്ഛന് അത്രയും പ്രായമൊക്കെ എന്നൊക്കെ വരും. പക്ഷെ യുവമക്കൾ ഒരു മെസ്സേജിൽ നിന്നാണ് യുവമക്കള് നയിക്കുന്ന, നിയന്ത്രിക്കുന്ന, അവർ പ്രാർത്ഥിക്കുന്ന, മാതൃക നൽകുന്ന ഒരു വലിയൊരു ശുശ്രൂഷ കൂട്ടായ്മ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തില് കാർമൽ യൂത്ത് വേവ്സ്, പണ്ട് അച്ഛൻ ഉണ്ടാക്കിയ സംഘടനയാണ് കാർമൽ യൂത്ത് വേവ്സ്. അതിനൊന്നും കൂടി ഒന്ന് അഭിഷേകത്തിൽ നിറച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ആരംഭിക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഇതിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക, നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തെ കോണ്ടാക്ട് ചെയ്യുക. പ്രത്യേകമായിട്ട് നമ്മൾ ആരംഭിക്കണം. അതുകൊണ്ട് അതും ഈ ഒരു ഒക്ടോബർ മാസത്തോടു കൂടി നമ്മൾ ആരംഭിക്കണം. പിന്നെ നമ്മുടെ യുവമക്കൾ ഒരുമിച്ച് ജാഗരണ പ്രാർത്ഥന, നൈറ്റ് വിജിൽസ്, മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, സമയം കണ്ടെത്തുക, മക്കളെ പ്രേരിപ്പിക്കുക, അവരെ പ്രചോദിപ്പിക്കുക. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഒപ്പം നിങ്ങൾ അച്ഛനു വേണ്ടി, കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഇപ്പൊ നമ്മുടെ കൂടെ റീജൻസി ബ്രദറുണ്ട്, ബ്രദർ ജസ്വിൻ. നമ്മളെ സങ്കീർത്തനൊക്കെ പാടിയത് ജസ്വിൻ ബ്രദറാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയും, പാട്ടും ശുശ്രൂഷയ്ക്കും എല്ലാത്തിനും ഒത്തിരി കഴിവുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യമാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മയിൽ നമുക്ക് ശുശ്രൂഷയെ നമുക്ക് നയിക്കാം. നിങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുന്നു. മക്കളെ, യുവമക്കളെ, നിങ്ങളെ പ്രത്യേകം അച്ഛനെ വിളിക്കുകയാണ്. നിങ്ങളുടെ മക്കളെയും നിങ്ങൾ പ്രേരിപ്പിച്ചു വിടുക. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചിന്തിക്കുന്ന ഒരു വിഷയം, സന്തോഷത്തിന്റെ 5ാമത്തെ ദിവ്യരഹസ്യം പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്നറിയോ? ഈശോയെ കാണാതെ പോകുന്ന ഒരവസ്ഥ. അതായത് ഈശോയെ കാണാതെ പോയ അവസ്ഥയിൽ നിന്ന് വേദനയോടെ ഔസേപ്പിതാവും മാതാവും ഈശോയെ തേടുന്ന അമ്മ പറയുന്നുണ്ട്, നിന്റെ പിതാവ് ഞാനും എത്രയോ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കായിരുന്നു മോനെ. അതായത് പരിശുദ്ധ അമ്മയുടെയും യൗസേപ്പിതാവിന്റെയും 7 വ്യാകുലങ്ങളെ നമുക്കറിയാം. രണ്ടുപേർക്കും 7 വ്യാകുലങ്ങളുണ്ട്. ഈ 7 വ്യാകുലങ്ങളില് 2 പേരുടെയും ഏറ്റവും വലിയ വ്യാകുലം എന്ന് പറയുന്നത് എന്നറിയോ? ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയുടെ കൂടെ ഈശോ ഉണ്ട്. ശെമയോന്റെ പ്രവചനത്തില്, കുരിശിന്റെ വഴിയില്, ഈജിപ്തിലേക്കുള്ള പലായനത്തില്, കുരിശ് തറയ്ക്കപ്പെടുമ്പോൾ, മടി കിടക്കുമ്പോൾ, സംസ്കരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഈശോ മാതാവിന്റെ കൂടെ ഉണ്ട്. ഈ ഒരു സമയത്ത് മാത്രം ഈശോയുടെ സാന്നിധ്യം അമ്മയുടെ കൂടെ ഇല്ല. അതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ വ്യാകുലം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വ്യാകുലം, ഏറ്റവും വലിയ നാശം, ഏറ്റവും വലിയ നഷ്ടം എന്തെന്നറിയോ? ഈശോ നമുക്കില്ലാതെ പോകുന്നതാ. ഞാൻ ഈ ദിവസങ്ങളിൽ നാളെ ഒരു ടോക്ക് ഞാൻ പറയാൻ പോവാ. മാതാപിതാക്കൾ മക്കളെ നാശത്തിലേക്ക് വലിച്ചെറിയുന്നുവോ ഒരു വിഷയമാണ്. നാളെ അതിനെ കുറിച്ച് അച്ഛൻ പറയാം. നമുക്ക് അതിനോട് പ്രാർത്ഥിക്കണം. കാരണം പ്രിയമുള്ള മക്കളെ, ഈശോയെ നഷ്ടപ്പെട്ടു പോകുന്ന മക്കള്, ഈശോ ഇല്ലാതെ പോകുന്ന മക്കള്, ഈശോ അകന്നു പോകുന്ന മക്കള്, ഈശോ ഇല്ലേ, അതാണ് ഏറ്റവും വലിയ നഷ്ടം. അനുഗ്രഹങ്ങളെക്കാൾ ഉപരി അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവത്തെ, അതാണ് മാതാവ് പറഞ്ഞ, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിലാണ് ആനന്ദം. അത് ദൈവം തന്നവയിലല്ല. ഇന്ന് നമ്മുടെ ഒരു പ്രശ്നം അറിയോ? ദൈവം തന്നവയില് ആനന്ദിക്കുന്നവര്, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ ആനന്ദിക്കുന്നവര്, ദൈവം നൽകുന്ന സൗഭാഗ്യങ്ങളിൽ ആനന്ദിക്കുന്നവര്. എന്നാൽ ദൈവത്തിൽ ആനന്ദിക്കണം, അവിടെയാ സന്തോഷം. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാളെ, എന്ന് ഞാൻ പറയുന്നില്ല, നാളെ ഒരു വിഷയം അച്ഛൻ പറയും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു സന്തോഷത്തിന് ദിവ്യരഹസ്യം, ഈശോയെ നഷ്ടപ്പെട്ട ഈശോയെ ദേവാലയത്തില് കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ അവരനുഭവിക്കുന്ന ഒരാനന്ദമുണ്ട്. ഇത് നമുക്ക് അനുഭവിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ, സമാധാനം കിട്ടണമെങ്കിൽ, ആനന്ദം ഉണ്ടാകണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഈശോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? പരിശോധിക്കും.
ഈശോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എവിടെ നഷ്ടപ്പെട്ടോ, എങ്ങനെ നഷ്ടപ്പെട്ടോ, ആ ഈശോയെ അവിടെ ചെന്ന് അവര് ദേവാലയത്തിലോ കാണാതെ പോയ സ്ഥലത്തേക്ക് ചെന്നു ഈശോയെ കണ്ടുമുട്ടി. ഇത് നമ്മൾ ചെയ്യണം. കുമ്പസാരത്തിലൂടെ, ദേവാലയത്തിൽ കൂദാശയിലൂടെ. ഇന്ന് അമ്മച്ചു പറയുന്നു, അച്ഛാ, ഞാനും എൻ്റെ കുടുംബവും കുറെ നാളുകൾക്ക് മുമ്പ് ഈശോയോട് ചേർന്ന് മക്കളൊക്കെ നല്ല പ്രാർത്ഥനയില്, നല്ല ഐക്യത്തില് ഒക്കെ ജീവിച്ചു. പിന്നീട് ഒരു കച്ചവടത്തിന്റെ കാര്യത്തില് ഞാൻ കുറെ ദൂരേക്ക് പോയി, മക്കള് പഠിക്കാൻ വേണ്ടി അതിൽ പോയി, കുടുംബത്തില് ഐക്യം പോയി, പ്രാർത്ഥന പോയി. ഇന്ന് തിരിച്ചു പിടിക്കാൻ, അമ്മച്ചി പറഞ്ഞ വാക്കുത, തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം ഭിന്നിച്ച് തകർന്ന് തരിപ്പണമായി. മക്കള് വേറെ കൂട്ടുകെട്ട്, ലഹരി, പ്രാർത്ഥനയില്ല, കടബാധ്യത, ബിസിനസ് പോയത് പൊളിഞ്ഞു, ആകെപ്പാടെ തകർന്നിരിക്കുന്നു. തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അറിയില്ല. മരിക്കണോ ജീവിക്കണോ എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുക. മക്കളെ ഓർത്ത് മാത്രം മരിക്കാണ്ടിരിക്കുന്നത് അച്ഛാ. എന്നെ പ്രിയപ്പെട്ട, ദൈവത്തെ നഷ്ടപ്പെട്ടു പോയി, ദൈവബന്ധം നഷ്ടപ്പെട്ടു പോയി. ഇത് ഒരനുഭവമൊന്നുമില്ല. ഇന്ന് ഇവിടെ വരുന്ന അച്ഛനുമായിട്ട് ബന്ധപ്പെടുന്ന ആയിരക്കണക്കിന് മക്കളുടെ അനുഭവമാണ്. ദൈവത്തെ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തെ നഷ്ടപ്പെട്ട പിന്നെ തൈത്തണ്ടില്ലാണ്ട് പോയാൽ പിന്നെ സാഗിയുടെ അവസ്ഥ എന്താ മക്കളെ? അതുകൊണ്ട് ഈ ഒരു സന്തോഷത്തിന്റെ വലിയ രഹസ്യമാണ് നഷ്ടപ്പെട്ടു പോയ കർത്താവിനെ വീണ്ടും കണ്ടെത്തുന്ന പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ സ്വന്തമാക്കി കർത്താവിന്റെ കൂടെ ജീവിക്കുന്ന സന്തോഷത്തിന്റെ ആ ദിവ്യ രഹസ്യത്തിന്റെ ആ വലിയ സംഭവം നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില് സംഭവിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവ്യകാല സന്നിധിയില് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും ദൈവം നമുക്ക് തന്ന കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ പരിശോധിക്കുക. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തണം, കർത്താവിനെ കൂടെ നിർത്തണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി കൂദാശകളുണ്ട്. കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അന്വേഷിച്ചാൽ നീ കണ്ടെത്തും, കണ്ടെത്തിയേ പറ്റൂ, വേറെ ഒരു വഴി. ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ ആരാധന നമുക്ക് ആരംഭിച്ചു. നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഒത്തിരിയേറെ ദൈവിക സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങളെ രക്ഷയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അങ്ങയെ നഷ്ടപ്പെട്ടു പോകുന്നതാണെന്നുള്ള സത്യം ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും അറിയട്ടെ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധ്യമാണ്. കർത്താവെ, അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഒത്തിരിയേറെ മക്കൾ ഓടി നടക്കുന്ന. അങ്ങ് നൽകുന്ന സന്തോഷം, അങ്ങ് നൽകുന്ന സൗഖ്യം, അങ്ങ് നൽകുന്ന സമ്പത്ത്, അങ്ങ് നൽകുന്ന വിജയം. കർത്താവേ, എന്നാൽ അങ്ങയെ തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടും അങ്ങേക്ക് പ്രാധാന്യം കൊടുക്കാതെ ഓടിയറിയുന്ന മക്കൾ. പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചില്ലേ, അങ്ങേ നഷ്ടപ്പെട്ടു പോയ ആ വേദന, ആ വ്യാകുലം പേറിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അവരനുഭവിച്ച സന്തോഷം, യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും അനുഭവിച്ച സന്തോഷം, കർത്താവേ, അത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കും മക്കളെ. ദിവ്യഗാന സന്നിധിയിൽ ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയെ നഷ്ടപ്പെട്ടു പോയ മക്കള്, ഈശോയിൽ നിന്ന് അകന്നു പോയ മക്കള് പടിയിറങ്ങി ലോകാരൂപിക്ക് അടിമപ്പെട്ട് മദ്യത്തിന്, കൂട്ടുകെട്ടിന്, ലഹരിക്ക്, തിന്മയ്ക്ക്, എല്ലാവിധ മ്ലേച്ഛതയ്ക്കും അടിമപ്പെട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ടു പോയ നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് തിരിച്ചു വരാൻ, ഈശോ അന്വേഷിച്ച് കണ്ടെത്താൻ, കൂദാശകൾ സ്വീകരിക്കാൻ. നമ്മളൊക്കെ പാപികളാ, നമ്മളൊക്കെ ബലഹീനരാ, നമ്മളൊക്കെ അകന്നു പോയവരാ. പക്ഷെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ജീവനുണ്ട്, ആയുസ്സുണ്ട്, സമയമുണ്ട്. കർത്താവിനെ കണ്ടെത്താൻ സാധിക്കുന്ന ഈ സമയത്ത് കർത്താവിനെ തേടുവാൻ വചനം നമ്മോട് പറയുന്നു. ഇപ്പോൾ അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. നാം അതിനുവേണ്ടി ദിവ്യകാരുണ്യമായി എപ്പോഴും കൂടെ വസിക്കുന്ന പൊന്നു തമ്പുരാനെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. എല്ലാ അവസ്ഥകളോടുകൂടി കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേ നകന്നു പോയ മക്കള്, ജീവിത പങ്കാളി, ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ സഹോദരങ്ങള്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, ഏറ്റെടുക്കണമേ. ഒരു വലിയ മനസ്സ് നൽകണമേ. അങ്ങയിലേക്ക് തിരിക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. സന്തോഷത്തിന്റെ മഹാരഹസ്യമാണ് ഇന്ന് ഈശോ നമ്മെ പഠിപ്പിച്ച. അതിനുവേണ്ടി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട്
ഒരു കൃപ ലഭിക്കാൻ നഷ്ടപ്പെട്ടു പോയ ഈശോയെ കണ്ടെത്താനുള്ള വലിയൊരു ആഗ്രഹത്തോടെ, വേദനയോടെ, ഉത്കണ്ഠയോടെ ഈശോയ്ക്ക് വേണ്ടി അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിനും ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, സാന്നിധ്യത്തിനു വേണ്ടി, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളാക്കി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ മക്കളെ മാറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൃപ ചോദിച്ചു വാങ്ങിക്കുക മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.